ഏഷ്യാ കപ്പിന് ഇടയിലെ പാകിസ്ഥാന്റെ സമ്മർദ്ദ തന്ത്രങ്ങൾ വിഫലമായി. യുഎഇക്കെതിരായ മത്സരത്തിന്റെ അവസാന നിമിഷവും ബഹിഷ്കരണ ഭീഷണി മുഴക്കിയ പാകിസ്ഥാൻ ക്രിക്കറ്റ് ബോർഡ് ഐസിസിയുടെ ശാസന നേരിട്ടു. നിശ്ചിത സമയത്ത് പാകിസ്ഥാൻ ടീം സ്റ്റേഡിയത്തിലെത്താൻ തയ്യാറാകാത്തതിനാൽ 1 മണിക്കൂർ വൈകിയാണ് മത്സരം ആരംഭിച്ചത്. അച്ചടക്ക ലംഘനത്തിന് പാക് ക്രിക്കറ്റ് ബോർഡിനെതിരെ നടപടി ഉണ്ടായേക്കും. MG മിഥുൻ കൂടുതൽ വിവരങ്ങളുമായി നമുക്കൊപ്പം ചേരുകയാണ്. മിഥുൻ, ഗുഡ് മോർണിംഗ്. അതിനാടകീയ രംഗങ്ങൾക്കാണ് കഴിഞ്ഞ ദിവസം നമ്മൾ പിച്ചിൽ സാക്ഷ്യം വഹിച്ചത്. എന്തായാലും ഇനിയും പാകിസ്ഥാൻ ക്രിക്കറ്റ് ബോർഡ് ഇതിൽ ഒരു നടപടി നേരിടാനുള്ള ഒരു സാധ്യത ഉണ്ട് അല്ലേ? അരെ, ഗുഡ് മോർണിംഗ്. അങ്ങനെ ഒരു സാധ്യത തന്നെയാണ് കണക്കാക്കാൻ കരുതുന്നത്. കാരണം പ്രത്യേകിച്ച് ഇത്തരത്തിലുള്ള ഒരു നടപടി പാകിസ്ഥാൻ ടീമിന്റെ ഭാഗത്തുനിന്ന്, പ്രത്യേകിച്ച് ഇത്രയും വലിയൊരു ടൂർണമെന്റ് നടക്കുമ്പോൾ ആ മത്സരത്തിന് കൃത്യസമയത്ത് പാക് ടീം അംഗങ്ങൾ എത്താത്തത് ICCയുടെ നിയമപ്രകാരം അത് ചട്ടലംഘനമാണ്. ആ ചട്ടലംഘനത്തിന് കൃത്യമായ പിഴയും ഒപ്പം തന്നെ മറ്റ് നടപടിയും ICCയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. മറ്റൊന്ന്, കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഹസ്തദാന വിവാദവുമായി ബന്ധപ്പെട്ട് വലിയ വിവാദങ്ങളിലേക്ക് കാര്യങ്ങൾ പോവുകയും ചെയ്തു. പ്രത്യേകിച്ച് ഇക്കാര്യത്തിൽ ആൻഡി പൈക്രോഫ്റ്റിനെ മാറ്റണമെന്നുള്ളൊരു ആവശ്യമായിരുന്നു പാക് ക്രിക്കറ്റ് ബോർഡ് ICC അറിയിച്ചിരുന്നത്. ഏകപക്ഷീയമായിട്ടുള്ള നിലപാട് ഇതുമായി ബന്ധപ്പെട്ട ആൻഡി പൈക്രോഫ്റ്റ് സ്വീകരിച്ചു. അതുകൊണ്ട് തന്നെ ഒരു മത്സരത്തിൽ നിന്ന് വിലക്കണം. അതല്ല എങ്കിൽ ആ വിലക്കൽ നടപടിയിലേക്ക് പോയില്ല എങ്കിൽ ഇനിയുള്ള മത്സരങ്ങളിൽ ബഹിഷ്കരിക്കുമെന്നുള്ളൊരു ഭീഷണിയായിരുന്നു പാക് ക്രിക്കറ്റ് ബോർഡിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാവുകയും ചെയ്തത്. പക്ഷേ ഇന്നലെ അവസാന നിമിഷവും ആ ഒരു നടപടി ഉണ്ടാകുമെന്ന് പാക് ക്രിക്കറ്റ് അംഗങ്ങൾ പ്രതീക്ഷിച്ചിരുന്നു. പക്ഷേ ICC നിലപാട് തള്ളുകയായിരുന്നു. പ്രത്യേകിച്ച് ഈ നിയമപ്രകാരം മാച്ച് റഫറിക്ക് ഇതുമായി ബന്ധപ്പെട്ട യാതൊരുവിധ കാര്യങ്ങളും ചെയ്യാനില്ല എന്നുള്ള ഒരു വിലയിരുത്തലിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് പാക് ക്രിക്കറ്റ് ബോർഡിന്റെ ആവശ്യം പൂർണ്ണമായും തള്ളിക്കൊണ്ട് ICC രംഗത്ത് വരികയും ചെയ്ത. ഇതിൽ പ്രതിഷേധിച്ചുകൊണ്ട് എന്ന് തന്നെ വേണം നമുക്ക് കരുതാൻ. മത്സരം 8 മണിക്കായിരുന്നു തുടങ്ങേണ്ടിയിരുന്നത്. പക്ഷേ 9 മണിയോടുകൂടിയാണ് ഈ മത്സരം ആരംഭിക്കാൻ സാധിക്കുകയും ചെയ്ത. അത്തരത്തിൽ UAE ടീമംഗങ്ങളെല്ലാം വരികയും ചെയ്തിട്ട് പോലും തന്നെ പാക് ക്രിക്കറ്റ് അംഗങ്ങൾ സ്റ്റേഡിയത്തിലേക്ക് പ്രവേശിക്കാൻ തയ്യാറായില്ല എന്നുള്ളത് തന്നെയാണ്. അത് അന്താരാഷ്ട്ര ക്രിക്കറ്റ് നിയമത്തിന്റെ വളരെ വലിയ ലംഘനം തന്നെയാണ്. നമുക്കറിയാം, മുൻകാലങ്ങളിൽ ഒക്കെ ഈ ഇത്തരത്തിലുള്ള നടപടി ഇതിനു മുമ്പ് കണ്ടിട്ടില്ല. പക്ഷേ ഇതിനു മുമ്പ് മത്സരം തുടങ്ങിയതിന് ശേഷം രണ്ടാമത്തെ ബാറ്റിങ്ങിന് കയറുന്നതിന് മുമ്പ് ശ്രീലങ്കൻ ടീം പണ്ട് ഒരു മത്സരത്തിൽ നിന്ന് ബഹിഷ്കരിച്ച് പുറത്തു പോകുന്നൊരു സാഹചര്യം ഉണ്ടായിട്ടുള്ളത് ഒഴിച്ചാൽ മറ്റ് നടപടികൾ ഇതുവരെയും ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. ഒന്ന്, ഇങ്ങനെ ഒരു മത്സരം നടക്കുമ്പോൾ, പ്രത്യേകിച്ച് ഏഷ്യ കപ്പ് പോലെയുള്ള ഒരു വലിയ ടൂർണമെന്റ് നടക്കുമ്പോൾ ആ ടൂർണമെന്റിൽ ചില നിയമങ്ങൾ വ്യവസ്ഥ ചെയ്യുന്നുണ്ട്. ICC മുന്നോട്ട് വെച്ചിട്ടുള്ള ക്രിക്കറ്റ് നിയമങ്ങളുണ്ട്. അതെല്ലാം തന്നെ എല്ലാ ടീമംഗങ്ങളും ഒപ്പം തന്നെ ടീമും അത് നടപ്പിലാക്കാൻ ബാധ്യസ്ഥരാണ്. അതിൽ നിന്ന് ഒരു തരത്തിലും വ്യതിചലിച്ച് പിന്നോട്ട് പോകാൻ സാധിക്കാത്ത ഒരു പശ്ചാത്തലമുണ്ട്. അതൊക്കെ പാലിച്ചുകൊണ്ട് വേണം ഈ ഒരു ക്രിക്കറ്റ് കളിക്കാൻ എന്നുള്ളത് തന്നെയാണ്. പക്ഷേ അതെല്ലാം തന്നെ ഇപ്പോൾ പാക് ക്രിക്കറ്റ് ബോർഡ് ലംഘിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ICCയുടെ ഒരു കണ്ടെത്തൽ. അതുകൊണ്ട് തന്നെ സ്വാഭാവികമായുള്ള ഒരു നടപടി പാകിസ്ഥാൻ ടീമിന് മേലെ ഉണ്ടാകാനുള്ള സാധ്യതയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതേസമയം മറ്റൊരു ഇന്ത്യ പാക് മത്സരത്തിന് കൂടി ഇനി വേദിയാകുമെന്നുള്ള കാര്യം ഉറപ്പായിരിക്കുന്നു എന്നുള്ളതാണ്. ഇന്നലെ UAE തോൽപ്പിച്ചതിന് ശേഷം സൂപ്പർ 4-ൽ പാകിസ്ഥാൻ ഇടം നേടുകയും ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇനി ഇന്ത്യയുമായി അടുത്തൊരു മത്സരം ഉണ്ടാകാനുള്ള ഒരു സാധ്യത കൂടി ഇപ്പോൾ ഉരുത്തിരിയുകയാണ് എന്നുള്ളത് തന്നെയാണ്. ആ മത്സരത്തിൽ, ഇന്ത്യ പാക് മത്സരത്തിൽ ഈ പാകിസ്ഥാന്റെ നിലപാട് എന്തായിരിക്കും? ഒപ്പം തന്നെ അതിനു മുന്നോടിയായി ICC ഇക്കാര്യത്തിൽ ടീമിനെ വിലക്കുമോ, അങ്ങനെ അടക്കമുള്ള കടുത്ത നടപടികളിലേക്ക് പോകുമോ എന്നുള്ളത് കൂടി കണ്ടറിയേണ്ടിയിരിക്കുന്നു. മിഥുൻ, നമുക്കറിയാം കഴിഞ്ഞ ഇന്ത്യ പാക് മത്സരത്തിനിടെയുണ്ടായ ഹസ്തദാന വിവാദത്തിന് പിന്നാലെയാണ് ഈ നാടകീയ സംഭവങ്ങളെല്ലാം ഉണ്ടായത്. റഫറിയെ മാറ്റണമെന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് അത് നടപ്പാക്കാത്തതിനെ തുടർന്നാണ് ഇത്തരത്തിലൊരു പ്രതിഷേധ സൂചകമായി വൈകി പിച്ചിലേക്ക് എത്തുന്ന പാകിസ്ഥാനെ കണ്ടത്. ഇപ്പോൾ അതിനെതിരെയാണ് ഇനി പാകിസ്ഥാൻ വീണ്ടും ഒരു നടപടി നേരിടേണ്ടി വന്നേക്കുക. പക്ഷേ തുടക്കത്തിൽ ഇന്നലത്തെ വാർത്താ പകൽ നമ്മൾ കണ്ടതാണ് റഫറിയെ മാറ്റും, അത്തരത്തിലൊരു തീരുമാനമായിട്ടുണ്ട് എന്നുള്ളത്. പക്ഷെ പിന്നീട് ആ തീരുമാനത്തിൽ നിന്ന് ICC എങ്ങനെയാണ് പിന്നോട്ട് പോയത്? ICC ഈ ഒരു വിഷയത്തിൽ എന്ത് വിശദീകരണമാണ് നൽകിയത്? അങ്ങനെയുള്ള സൂചനകൾ മാത്രമായിരുന്നു വന്നത്. ഒരു ഔദ്യോഗിക പ്രതികരണം അല്ലായിരുന്നു ICCയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരുന്നത്. ഒരു പക്ഷേ ആൻഡി പൈക്രോഫ്റ്റിനെ മാറ്റിയേക്കും എന്നുള്ള സൂചനകൾ മാത്രമായിരുന്നു ഇന്നലെ വന്നത്. അതിന് പകരം മറ്റൊരു മാച്ച് റഫറിയെ, അതായത് ഈ ടൂർണമെന്റിലുടനീളം ആൻഡി പൈക്രോഫ്റ്റ് ഉണ്ടാകും, പക്ഷേ മറ്റൊരു റഫറിയെ ഇന്നലത്തെ മത്സരത്തിന് വേണ്ടി നിയമിക്കുമെന്നുള്ള വാർത്തകളായിരുന്നു ഇന്നലെ പുറത്തു വന്നത്. അത് പിന്നീട് ICC തന്നെ നിഷേധിക്കുകയും ചെയ്തത് നമ്മൾ കാണുകയും ചെയ്തതാണ്. കാരണം ആൻഡി പൈക്രോഫ്റ്റ് തന്നെ ഈ മത്സരത്തെ നിയന്ത്രിക്കും എന്നുള്ള രീതിയിൽ, ഒപ്പം തന്നെ പാകിസ്ഥാൻ
പാകിസ്ഥാൻ ക്രിക്കറ്റ് ബോർഡ് മുന്നോട്ട് വെച്ചിട്ടുള്ള പരാതി അതൊരു തരത്തിലും വസ്തുതയ്ക്ക് നിരക്കുന്നതല്ല. അത് ഒരു തരത്തിലും ഈ ഒരു മത്സരത്തിന് മുന്നോടിയായി പ്രത്യേകിച്ച് നമുക്കറിയാം സ്പോർട്സ്മാൻ സ്പിരിറ്റുള്ള ഒരു ആ രീതിയിൽ കളിച്ച് മുന്നോട്ട് പോകുന്ന ഒരു മത്സരം കൂടിയാണ് ക്രിക്കറ്റ് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ മത്സരത്തിന് മുമ്പ് ടോസ് ചെയ്യുമ്പോഴൊക്കെ തന്നെ പരസ്പരം അവർ ഷെയ്ക്ക് ഹാൻഡുകൾ ചെയ്യുന്നത് അത് ക്രിക്കറ്റ് നിയമത്തിൽ ഒരു തരത്തിലും വ്യവസ്ഥ ചെയ്യുന്നില്ല എന്നുള്ളത് തന്നെയാണ്. അത് ടീം അംഗങ്ങളുടെയും അല്ലെങ്കിൽ താരങ്ങളുടെയും ഒക്കെ ഒരു മൈൻഡ് സെറ്റിനനുസരിച്ച് അങ്ങനെ പെരുമാറുന്നതാണ് എന്നുള്ളത് തന്നെയാണ്. അത് അവർക്ക് തീരുമാനമെടുക്കാം ഇത് വേണോ വേണ്ട എന്നുള്ളതാണ്. അതിലൊരു തരത്തിലും മാച്ച് റഫറിക്ക് ഒരു റോളില്ല എന്നുള്ളത് തന്നെയാണ് ICC ഇതിൽ മുന്നോട്ട് വെക്കുകയും ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ അങ്ങനെ ഒരു കാര്യത്തിൽ ഒരു നടപടി എടുത്ത് മുന്നോട്ട് പോകാൻ സാധിക്കില്ല, അത് വസ്തുതയ്ക്ക് നിരക്കുന്നതല്ല എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഈ പരാതി നിലനിൽക്കില്ല എന്നുള്ള ഒരു നിലപാടിലേക്ക് ICC എത്തുകയും ചെയ്യുകയായിരുന്നു. പക്ഷേ പാക് ക്രിക്കറ്റ് ബോർഡ് ഇന്നലെ പ്രതീക്ഷിച്ചിരുന്നു ഒരു പക്ഷേ തങ്ങളുടെ വാദം അംഗീകരിച്ചുകൊണ്ട് അല്ലെങ്കിൽ മറ്റൊരു കാര്യം കൂടി പാക് ക്രിക്കറ്റ് ബോർഡ് മുന്നോട്ട് വെച്ചിരുന്നു. കാരണം ICCയുടെ തലപ്പത്തിരി ഇരിക്കുന്നത് ഇന്ത്യക്കാരനായിട്ടുള്ള ജയ്ഷ തന്നെയാണ്, മുൻ PCC പ്രസിഡന്റ് കൂടിയായിരുന്നു. അതുകൊണ്ട് തന്നെ ഒരു അനുകൂല നിലപാട് ഒരു തരത്തിലും പാകിസ്ഥാൻ അനുകൂലമായി വരില്ല എന്നുള്ളൊരു വിമർശനം ഇത്തരത്തിൽ പാക് ക്രിക്കറ്റ് ബോർഡിന്റെ ഭാഗത്തുനിന്നും ഉണ്ടാവുകയും ചെയ്യുന്നു. അങ്ങനെയെങ്കിൽ ഒരു പക്ഷേ ഒരു സമവായ ശ്രമം എന്നുള്ള രീതിയിൽ അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ഭീഷണിയൊക്കെ മുഴക്കുന്ന സാഹചര്യത്തിൽ ഒരുപക്ഷേ പാക് ക്രിക്കറ്റ് ബോർഡിനെ അനുനയിപ്പിക്കുന്നതിന് വേണ്ടി ഒരു മത്സരത്തിൽ നിന്ന് അദ്ദേഹത്തെ വിലക്കുന്ന രീതിയിലല്ല, ഒരു മത്സരത്തിൽ നിന്ന് മാറ്റി നിർത്താനുള്ള ഒരു തീരുമാനത്തിലേക്ക് ICC നേതൃത്വം എത്തുമെന്ന് പ്രതീക്ഷിക്കുകയും ചെയ്തിരുന്നു. പക്ഷേ അങ്ങനെ ഒരു തീരുമാനം ICC കൈക്കൊണ്ടില്ല എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. മറ്റൊന്ന് പാക് ക്രിക്കറ്റ് ബോർഡ് മറ്റൊരു ആവശ്യം കൂടി മുന്നോട്ട് വയ്ക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അതായത് ഒരു മത്സരത്തിൽ നിന്ന് ഇദ്ദേഹത്തെ വിലക്കണം, മറ്റൊരു മാച്ച് റഫറിയെ അതായത് ഇദ്ദേഹത്തെ ഈ ടൂർണമെന്റിൽ മാറ്റണം നടക്കുന്ന ഒരു ആവശ്യം മുന്നോട്ട് വയ്ക്കുകയും ചെയ്തിരുന്നു. അതും പൂർണ്ണമായും ICC തള്ളുകയാണ് ചെയ്തത്. എന്തായാലും നിലവിൽ പാക് ക്രിക്കറ്റ് ബോർഡിന് വിനയായിരിക്കുന്ന അവരുടെ നടപടി തന്നെയാണ്. ഇന്നലെ അതിൽ പ്രതിഷേധിച്ചുകൊണ്ടാണ് UAE-യുമായിട്ടുള്ള മത്സരത്തിന് അവരെ വൈകി എത്തുകയും ചെയ്തത്. അതിന് കനത്ത വില തന്നെ നൽകേണ്ടി വരുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. എന്ത് നടപടിയായിരിക്കും ICC കാര്യത്തിൽ തീരുമാനിക്കാൻ പോകുന്നത് എന്നുള്ളതാണ് കണ്ടറിയിരിക്കുന്നത് എന്നുള്ളത്. തീർച്ചയായും മിഥുനാണ് വിശദാംശങ്ങളുമായി ചേർത്തത്. എന്തായാലും ഇനി പാകിസ്ഥാൻ ക്രിക്കറ്റ് ടീം എന്ത് നടപടിയാകും നേരിടേണ്ടി വരിക എന്നുള്ളതാണ് കാത്തിരുന്ന് അറിയേണ്ടത്.